നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗ്യാസ് ട്രബിൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവർ ഉണ്ടാകില്ല. ഇതൊരു രോഗമല്ല, മറിച്ച് പല രോഗങ്ങളുടെയും ജീവിതശൈലികളുടെയും പ്രതിഫലനമായി വരുന്ന ഒരു ലക്ഷണമാണ്. എന്താണ് ഗ്യാസ്? എങ്ങനെ ഉണ്ടാകുന്നു? നാം ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഉമിനീർ ഇറക്കുമ്പോഴുമെല്ലാം ചെറിയ അളവിൽ വായു ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഈ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനും നൈട്രജനും വയറ്റിൽ ശേഖരിക്കപ്പെടുന്നു. കൂടാതെ ദഹനപ്രക്രിയയുടെ ഭാഗമായി ഹൈഡ്രജൻ, മീഥീൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ വാതകങ്ങൾ പുറത്തുപോകാതെ ദഹനവ്യൂഹത്തിൽ കെട്ടിനിൽക്കുമ്പോഴാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. വയറ്റിൽ രൂപപ്പെടുന്ന ഗ്യാസ് പ്രധാനമായും രണ്ട് രീതിയിലാണ് പുറത്തുപോകുന്നത്: ഏമ്പക്കമായി മുകളിലൂടെയും അധോവായുവായി താഴേക്കും. പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അമിതമായ ഏമ്പക്കം, പുളിച്ചുതികട്ടൽ, വയറുവീർത്ത് സ്തംഭിച്ച അവസ്ഥ, നെഞ്ചെരിച്ചിൽ, വയറിന്റെ പല ഭാഗങ്ങളിലായി വേദന, അമിതമായ അധോവായു. ചിലർക്ക് നെഞ്ചുവേദനയായും പുറംവേദനയായും അനുഭവപ്പെടാം. പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? 1. ഭക്ഷണരീതി. പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, എണ്ണയും കൊഴുപ്പും കൂടിയ ഭക്ഷണങ്ങൾ, അന്നജം കൂടുതലടങ്ങിയവ എന്നിവയുടെ അമിത ഉപയോഗം. 2. ദഹനപ്രശ്നങ്ങൾ. ദഹനപ്രക്രിയ ശരിയായി നടക്കാതിരിക്കുന്നത് ഗ്യാസ് രൂപപ്പെടാൻ കാരണമാകും. 3. ജീവിതശൈലി. മദ്യപാനം, പുകവലി, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ് എന്നിവ. 4. മരുന്നുകളുടെ ഉപയോഗം. ചില മരുന്നുകളുടെ പാർശ്വഫലമായും ഗ്യാസ് ട്രബിൾ ഉണ്ടാകാം. 5. വായു വിഴുങ്ങുന്നത്. ഭക്ഷണം വേഗത്തിൽ കഴിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ട് കഴിക്കുമ്പോഴും കൂടുതൽ വായു ഉള്ളിലെത്താൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഇതിനെ ഗൗരവമായി കാണേണ്ടത്? സാധാരണയായി ഗ്യാസ് ട്രബിൾ അത്ര ഗൗരവമുള്ള ഒന്നല്ല. എന്നാൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്ന ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അകാരണമായി ശരീരഭാരം കുറയുക, അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ. പ്രതിരോധമാർഗങ്ങൾ എന്തൊക്കെയാണ്? 1. ക്രമമായ ഭക്ഷണരീതി. മിതമായും കൃത്യസമയത്തും ആഹാരം കഴിക്കുക. നന്നായി വേവിച്ച ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. 2. വ്യായാമം. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും ഗ്യാസ് കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും. 3. ദോഷകരമായ ശീലങ്ങൾ ഒഴിവാക്കുക. പുകവലി, മദ്യപാനം എന്നിവ പൂർണ്ണമായും ഉപേക്ഷിക്കുക. 4. കോള പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക. 5. തണുത്തതും പഴകിയതുമായ ഭക്ഷണം ഒഴിവാക്കുക. 6. ദീർഘനേരം ഒരേ ഇരിപ്പിലിരിക്കുന്നത് ഒഴിവാക്കുക. ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കുകയോ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുകയോ ആകാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോൾ? ചിലപ്പോൾ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഗ്യാസ് ട്രബിളിന്റെ ലക്ഷണങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടാം. ഇത്തരം അസ്വസ്ഥതകൾ അനുഭവപ്പെടുമ്പോൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. നന്ദി.